الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ തക്ബീറൊക്കെ വിളിച്ചുകൊണ്ട് കുറേ മുസ്ലിയാക്കന്മാർ നിന്നുകൊണ്ട് ജാറത്തിന് പാവാട ഉടുപ്പിക്കുകയാണ്. ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം, ഇങ്ങനെയൊരു പരിപാടി ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ജാറം കെട്ടിപ്പൊക്കലില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മേലെ പെയിൻ്റ് അടിക്കലും ഇല്ല. അതിൻ്റെ മേലെ ഇങ്ങനെ ഇതപ്പം നിങ്ങൾ കണ്ടില്ലേ, അല്ലാഹു അക്ബർ എന്നൊക്കെ മുഖ്ലിസീങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവർ പാവാട ഉടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിടുക എന്നൊക്കെ പറയാം. പട്ടിടൽ ഇസ്ലാമിലില്ല. ഇത് പാവാട എടുപ്പിക്കലാണ്. ജാറത്തിന് പാവാട ഇട്ട് കൊടുക്കുകയാണ്. വള്ളിയില്ലാത്ത പാവാടയാണത്. അതിങ്ങനെ പുതച്ചു കൊടുക്കുക, ഒന്നിൻ്റെ മേലെ ഒന്ന്. എന്താ അത്, ജാറത്തിൻ്റെ ഉള്ളിൽ കിടക്കണ മയ്യത്തിന് തണുക്കുക, ഒന്നിൻ്റെ മേലെ ഒന്ന്. ഇപ്പോൾ നമ്മൾ സൗദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് വരുന്ന സമയത്ത് 2 ബ്ലാങ്കറ്റൊക്കെ ചിലപ്പോൾ പുതക്കാൻ തോന്നും. അങ്ങനത്തെ തണുപ്പ് വരാറുണ്ട്. അതേപോലെ തണുപ്പ് കാലമായത് കാരണം ആ ജാറത്തിൻ്റെ ഉള്ളിൽ കിടക്കണ മയ്യത്തിന് തണുത്തിട്ടാണോ ഇതുപോലെ പാവാട ഉടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി എന്തിനാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ വരുമാനം മാത്രമാണോ? അല്ല. ഇവിടെ ഒരു പൗരോഹിത്യ മതം, ഒരു പൗരോഹിത്യ ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അവരെന്തിനുള്ളതാണ്? ഈ ഉമ്മത്തിനെ പിഴിയുവാനുള്ളതാണ്. സാമ്പത്തികമായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നതല്ലാതെ ഇവർക്ക് എന്താണ് ഉദ്ദേശമുള്ളത്? ഈ മയ്യത്ത് വ്യാപാരം നടത്തുന്ന ആളുകൾക്ക് മറ്റെന്ത് താല്പര്യമാണുള്ളത്? അവർക്ക് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് അവരുടെ അണികളായിക്കൊണ്ട് കുറേ ആളുകൾ അവരെ ഉത്താതേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുവാൻ വേണ്ടിയിട്ട് ഈ കോലത്തിൽ മയ്യത്തുകളെ അവിടെ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിന് പാവാട ഉടുപ്പിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത് മുഴുവൻ ബിദ്അത്തും ശിർക്കുമായ കാര്യങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയുക. ജാറമുണ്ടാക്കൽ ഹറാമാണ്. വസീലത്തൂൻ ഇല ഷിർക്കാണ്. അതാണ് വസീലത്തൂൻ ഇല ഷിർക്ക്. അല്ലാതെ ഇല്ലാത്ത വസീലത്തൂൻ ഇല ഷിർക്ക് എന്നുള്ള നിലയിലേക്ക് കുറേ ആളുകൾ ചർച്ചയുടെ മുകളിൽ ചർവിതവും ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. വസീലത്തൂൻ ഇല ഷിർക്ക് എന്നത് വളരെ നിസ്സാരമായിക്കൊണ്ട് പഠിക്കുവാൻ, ജാറമുണ്ടാക്കുക എന്നുള്ളത് ഷിർക്കല്ല, അത് ഹറാമാണ്, വസീലയാണ്. അതിലേക്ക് പോവുകയും അള്ളാഹുവിൻ്റെ അടിമകളായിട്ട് മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന കാരണം കൊണ്ട്. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കുമാണ്. ഇനി ഒരു ജാറം ഉണ്ടാക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞു, ഷിർക്കിലേക്ക് വഴിവെക്കുന്ന വസീലയാക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ആ ജാറത്തിൽ കിടക്കുന്ന ആ മയ്യത്ത് നമ്മുടെയൊക്കെ കാര്യങ്ങൾ അറിയുകയും നാം ചോദിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും നമുക്ക് ആ ചോദിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയും ചെയ്യും എന്നുള്ളത് ഇനി ചോദിക്കണ്ട. അങ്ങനെ വിശ്വാസം ഉണ്ടായാൽ മതി. ഷിർക്കാണ്. ഇവിടെ ഒരു ആൾ വിളിച്ചുകൊണ്ട് വളരെ ദീർഘിച്ചുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഖബറിലുള്ളവർ കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടു. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖബറിലുള്ളവർ കേൾക്കും, അതിൽ സംശയമൊന്നുമില്ല. ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കൂലെന്ന്. അതെന്താണ് തെളിവ്? അത് പരിശുദ്ധ ഖുർആനാണ് തെളിവ്. ഖബറിലുള്ളവർ കേൾക്കുമോ? നമ്മുടെ കേൾവിയല്ല അവർക്കുള്ളത്. സൂറ ഫാത്തിറിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ കേൾപ്പിക്കുന്നു. ഏത് കേൾവിയാണ്? അത് ബർസഖിലുള്ള കേൾവിയാണ്, നമ്മുടെ കേൾവിയല്ല. അത് ബർസഖിലുള്ള കേൾവിയാണ്. അവർ കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വിളിച്ചാൽ കേൾക്കൂല. കാരണം എന്താണ്? സമയ ദ്വാ അത് അള്ളാഹു മാത്രമാണ്. ദ്വാ ചെയ്താൽ അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും അത് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എന്നോടൊരാൾ ദ്വാ ചെയ്താൽ ഞാൻ കേൾക്കൂലേ? ഞാൻ മറ്റൊരാളോട് ദ്വാ ചെയ്താൽ അയാൾ കേൾക്കൂലേ സഹോദരന്മാരെ? ദ്വാ എന്നുള്ളത് അത് കേൾക്കുവാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. പിന്നെ വാക്കുകൊണ്ടുള്ള ആ ഒരു കാര്യം മാത്രമാണോ ദ്വാ എന്നുള്ളത്? ദുആ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തേട്ടമാണ്. ആ തേട്ടം അത് മനസ്സിലാക്കുവാനും അത് കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് പരിശുദ്ധ ഖുർആനാണ്, ഇത് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള
ചട്ട, ഇതിൻ്റെ ഉള്ളിലുള്ള പേപ്പറുകൾ, അതുപോലുള്ള എഴുത്തുകൾ, ഇതൊക്കെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതല്ലേ അല്ലേ? ഇനി മനുഷ്യന്മാരുണ്ടാക്കിയതാണോ അല്ലേ? ഇത് സൃഷ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം, ഇതിനുള്ളിലുള്ളത് മുഴുവൻ സൃഷ്ടാവിൻ്റെ വാക്കുകളാണ്. ഇതുപോലെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യവും എന്നുള്ളത് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കുവാൻ പരിമിതികളുണ്ട്, വാക്കിൻ്റെ പരിമിതികളാണ്. ചില കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ മനസ്സിലാക്കണം. ഇത് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഇതിനുള്ളിലുള്ളത്, ഇതിലെ ആശയം, ഇതിലെ ഇതിവൃത്തമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അത് മുഴുവൻ സൃഷ്ടാവിൻ്റെ വാക്കുകളാണ്, അത് സൃഷ്ടിയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണത്താൽ കൊടിയ പീഡനങ്ങളൊക്കെ അനുഭവിക്കപ്പെട്ട ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ്. അതുപോലെ ലോകത്തുള്ള മുഴുവൻ ഖുർആനുകളും ഇല്ലായ്മ ചെയ്താലും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ ലോകത്ത് അത്രയും തന്നെ ഖുർആനുകൾ അടിച്ചെടുക്കുവാൻ കഴിയും. അതിന് തക്ക വിധത്തിൽ ഈ എഴുതിയുണ്ടാക്കിയ ഈ മുസാഫ് രൂപത്തിലുള്ള ഖുർആനുകളെല്ലാം ഇവിടെ നിന്ന് നിർമാർജനം ചെയ്താലും ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹാഫിലിങ്ങൾ ഇന്ന് ലോകത്ത് പല ഭാഗത്തുമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ലോകത്ത് പല ഭാഗത്തുമുണ്ട് എന്നതിനപ്പുറമായിക്കൊണ്ട് ഇന്ന് ഇൻ്റർനെറ്റിലൊക്കെ പരിശുദ്ധ ഖുർആൻ പല രൂപത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും കരുതിയിരുന്നു ഈ പരിശുദ്ധ ഖുർആന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, ആ പരിശുദ്ധ ഖുർആന് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെട്ട് പോരും എന്ന് പറഞ്ഞപ്പോൾ, അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഇന്ന് ഇൻ്റർനെറ്റുള്ള കാലത്തോളം എത്ര ഖുർആനുകൾ ആരൊക്കെ ഇവിടുന്ന് നിർമാർജനം ചെയ്താലും ഇല്ലായ്മ ചെയ്താലും പരിശുദ്ധ ഖുർആനിൻ്റെ പ്രതികൾ അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഇൻ്റർനെറ്റൊക്കെ നശിച്ചു പോയാലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അത് കൈമാറ്റം ചെയ്തുകൊണ്ട് വരികയാണ്, ഒരു ഹർക്കത്തിനും ഒരു മാറ്റവുമില്ലാതെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് സൃഷ്ടിയല്ല എന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കുകയും വേണം. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല, അത് സൃഷ്ടാവിൻ്റെ കലാമാണ്. സൃഷ്ടാവിൻ്റെ കലാമ് സൃഷ്ടിയല്ല എന്നുള്ളത് തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് ദുആ കേൾക്കുവാൻ, അത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പിന്നെയും ചോദിക്കും, അല്ല മാതാമൃതാനന്ദമായി ദുആ ചെയ്യണില്ലേ? ആര് ദുആ ചെയ്യണ്? ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് മാതാമൃതാനന്ദമായി കേൾക്കുന്നില്ലേ? ഇല്ല. ദുആ കേൾക്കാൻ സൃഷ്ടാവിന് മാത്രമേ, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ ദൈവ തുല്യരായി കാണുന്ന ആളുകളൊക്കെയാണല്ലോ. അപ്പോൾ അവരോട് നമ്മൾ ദുആ ചെയ്താൽ അതിലെ ദുആ അവർക്ക് കേൾക്കാൻ കഴിയില്ല. ആ ദുആ ചെയ്യുന്നത് അത് ശിർക്കാവുകയും ചെയ്യും. അതുപോലെ തന്നെ ലോകത്ത് ഇന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയി, ഇനി ജനിച്ച് ജീവിച്ച് മരിക്കാനുള്ള ആരൊക്കെ ഉണ്ടോ അവരോടെല്ലാം അള്ളാഹുവോട് തേടേണ്ട തേട്ടം അത് അവരോട് തേടിയാലേ, മമ്പർത്ത തങ്ങളെ കാവൽ നൽകണേ എന്ന് പറഞ്ഞാൽ ഷിർക്കാണേ. അത് ഷിർക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാര്യം എന്താണ്? കാവൽ നൽകുക അള്ളാഹു ആണ്. മീൻകാരൻ്റെ തിരക്കുണ്ട്. അതുപോലെ തന്നെ മുഹീദ്ദീൻ തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ആ ഒരു കാവല്, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കാവല് തന്നെ അള്ളാഹുവിൻ്റെ അടുത്താണ്. മുഹീദ്ദീൻ ഷെയ്ഖ് ഈ ലോകത്ത് നിന്ന് കാലയവനികയിലേക്ക് യാത്ര ചെയ്യപ്പെട്ടു, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടക്കപ്പെട്ടു. ആ മുഹീദ്ദീൻ ഷെയ്ഖിന് നമ്മളെ സഹായിക്കൂല, ആ മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ കേൾക്കൂല. അപ്പോൾ മരിച്ചോലി കേൾക്കൂലേ? മരിച്ചോലി കേൾക്കും, അത് അള്ളാഹ് കേൾപ്പിക്കുന്നതാണ്. നമ്മൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞാൽ അവർ കേൾക്കൂല. ഇനി അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് പറഞ്ഞതിന് മുമ്പേ കറനിയാൽ കേൾക്കൂലേ എന്നാ പറയാ. കറനിയാൽ എന്താ? ചെരുപ്പടി ശബ്ദം. നമ്മളെ മറവ് ചെയ്ത് നമ്മൾ നടന്നു പോരുന്ന ആ ചെരുപ്പടി ശബ്ദം കേൾക്കുന്ന പറഞ്ഞത്. ആ മയ്യത്ത് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചാടിക്കളിച്ച ശബ്ദം കേൾക്കൂല. കറനിയാൽ കേൾക്കുമെന്ന് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞതിന് പണ്ഡിതന്മാർ പല നിലയ്ക്കുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി മരിച്ചോല് കേൾക്കൂലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? മയ്യത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. മരിച്ചോല് കേൾക്കുന്നതന്നെ വെക്കുക. പല സമയോ അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇൻതദുഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ വിളിച്ചു തേടുന്നത് അവർ കേൾക്കൂല. പല സമയോ കേൾക്കും. നിങ്ങൾ വിചാരിച്ചോളിയും, നിങ്ങളത് കരുതിക്കോളിയും കേൾക്കുന്നു.
മസ്തജാബുലക്കും, ഉത്തരം ചെയ്യൂല. അവിടെ തീർന്നില്ലേ? ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചോദിക്കണത്. അല്ലാണ്ട് ഈ പച്ച ഷിർക്ക് ഇങ്ങനെ ചെയ്തിട്ട് നരകത്ത് പോയി ചാടാൻ വേണ്ടിയിട്ടല്ലോ, ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്. ഉത്തരം തരൂല. കേൾക്കൂല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കേട്ടോട്ടെ, കേൾക്കാതിരുന്നോട്ടെ, നിങ്ങൾക്ക് ഉത്തരം തരൂല. അത് മാത്രമല്ല, യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് പറയുന്ന ആ ഭാഗം വളരെ വിശദമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ഷിർക്കിനെ നാളെ അവർ നിഷേധിച്ച് തള്ളും എന്നുള്ളത്. അതാണ് കാര്യം. അവർ നിങ്ങൾ വിളിച്ചു തേടിയ ആ ഒരു ഷിർക്കിനെ അവർ നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിൽ നിഷേധിച്ച് തള്ളും. അത് ഷിർക്കാണെന്നാണ് പറഞ്ഞത്. ഷിർക്ക് കൂടിയ പാപമാണ്, പാതകമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധ ഖുർആനേക്കാളും നിങ്ങൾക്ക് വലുത് ഇവിടെയുള്ള ഈ മൊയന്തുകളായ ജാഹിലീങ്ങളായ പണ്ഡിത വേഷധാരികളായ ഈ പുരോഹിതന്മാരാണോ, പൗരോഹിത്യമാണോ? തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹു സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കേവർക്കും അവൻ്റെ സഹായം നൽകട്ടെ എന്നാണ് പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ജാറത്തിന് പാവാട ഉടുപ്പിക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടായ ഷിർക്കിലേക്ക് എത്തുന്ന കാര്യമാണ് ജാറമുണ്ടാക്കുക എന്നുള്ളത്. ജാറമുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആളുകൾ വിളിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പച്ച ഷിർക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ഷിർക്കും സംഭവിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കുവാനുള്ളത്. സത്യം മനസ്സിലാക്കുക. സത്യത്തിന് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമ് എന്താണോ നമ്മോട് പഠിപ്പിക്കുന്നത് അവൻ പങ്കാളി. വെറുതെ തുറന്നാണ് വായിച്ചു നോക്കാം. സൂറത്ത് റൂം 13-ാമത്തെ ആയത്താണ്. അവർ പങ്കാളിയാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരും ഉണ്ടായിരിക്കയില്ല. അവരുടെ ആ പങ്കാളികളെ തന്നെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണത്. വെറുതെ തുറന്നതാണ്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതാണ് യാഥാർത്ഥ്യം. മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ജാറത്തിൻ്റെ പിന്നാലെ, ജാറത്തിന് പാവാട എടുപ്പിക്കുക, ഇനി അണ്ടർഡ്രോയർ എടുപ്പിക്കും അവർ. പട്ടിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടൊക്കെ തന്നെ, പാവാട തന്നെ. അതിൽ സംശയമൊന്നുമില്ല. പ്രിയമുള്ളവരെ, സത്യമായിട്ട് മനസ്സിലാക്കുവാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ സഹായം വേണം. അള്ളാഹുവിൻ്റെ സഹായം വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും, നമ്മൾ ചെറുപ്രായത്തിൽ മതപഠനം നടത്തിയവരാണ്. പക്വതയെത്താത്ത പ്രായത്തിൽ മതപഠനം, അഞ്ച് കൊല്ലമൊക്കെ മതപഠനം നടത്തി പക്വത എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മൂലയാക്കന്മാരുടെ ഈ പാളക്കിത്താബിലും കൂറക്കിത്താബിലുള്ള സാധനങ്ങൾ കാടിവെള്ളം കലക്കി വെച്ച് ഇങ്ങനെ മോന്ത ചെയ്യണത്. നമ്മൾ പക്വത ഇല്ലാത്ത സമയത്ത് 5 വയസ്സിൽ 4 വയസ്സിൽ മദ്രസയിൽ ചേർക്കണു. 10 11 വയസ്സിൽ 15 വയസ്സാകുമ്പോൾ സ്കൂളിൻ്റെ ടൈമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ മദ്രസ പഠനം ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് നമ്മൾ മറ്റുള്ള ഭൗതിക പഠനങ്ങളിലേക്കും മറ്റുമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്വത വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മദ്രസ പഠനങ്ങളിലേക്കോ ഖുർആൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കോ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നില്ല. പിന്നീട് നമ്മൾ ഇവർ ഈ കലക്കി വെക്കുന്ന കാടിവെള്ളം കലക്കിയിട്ടുള്ള പരിപാടിയാണ്. ഈ പാതിര വയലുകളും കട്ടൻ കാപ്പി കട്ടൻ ചായ വയലുകളിലും ഇവർ അവിടെ നിന്നും ആളുകളുടെ പോക്കറ്റിലുള്ളത് വസൂലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആ കാര്യങ്ങൾ, അതിലൂടെ മാത്രം പോയിക്കൊണ്ട് നമ്മളൊന്നും എങ്ങോട്ടും എത്തൂല. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു നമ്മളെ പിടിച്ച് നരകത്തിയിലേക്ക് എറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലേക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലേക്കും മടങ്ങുക എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൽ മറ്റൊരു തലത്തിലാണ് നമ്മൾ പറഞ്ഞു പോയത്. പറയേണ്ടത് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിസ്ഥാനമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജാറത്തിന് പാവാട ഉടുപ്പിക്കേണ്ടവരെല്ലാം നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടവരാണ് എന്നുള്ളതാണ് ഇതുവരെയും പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.